ഹെവൻലി മെഡിസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോറിയാസിസ് ഇതൊരു പകരണ അസുഖമല്ല. സാധാരണഗതിയിൽ നമ്മുടെ കാരണന്മാർ പറയണ കേട്ടിട്ടില്ലേ, വയറ് നന്നായാൽ എല്ലാം ശരിയായി. വയറിൻ്റെ ഒരു ഡയറക്റ്റ് പ്രതിഫലനമാണ് ഈ സ്കിന്നിനുള്ള ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങളും. നമ്മുടെ വയറ് മോശമായാൽ വയറ്, ദഹനം, ആഗിരണം, എക്സ്ക്രീഷൻ, ഇത് മൂന്നും മോശമായി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ തൊലിപ്പുറത്ത് അതിൻ്റെ അടയാളങ്ങൾ ഉടനടി പ്രത്യക്ഷപ്പെടും. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ വയറിൽ വിരകളുണ്ടായാൽ തന്നെ മുഖത്ത് പാടുകൾ വരും. അത് കുട്ടികളിൽ പ്രത്യേകിച്ചും വരും. അല്ലെങ്കിൽ വർത്തമാനം പറയാൻ പറ്റാത്ത കുട്ടികൾ സാധനങ്ങൾ എടുത്ത് വായലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു സാധനം കയ്യിൽ കിട്ടിയാൽ അത് വായലേക്ക്, അല്ലെങ്കിൽ വിരൽ വായലിടണമെങ്കിൽ അത് വിരയുടെ ലക്ഷണമാണ്. അപ്പോൾ അതുപോലെ തന്നെ വയറിൻ്റെ ദഹന, ആഗീരണ, വിസർജന പ്രക്രിയയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് തൊലിപ്പുറത്ത് പ്രതിഫലിക്കും. തൊലിയുടെ കളറ് പോകും, നഷ്ടപ്പെടും, തൊലി കട്ടി പിടിക്കും, ഉള്ളംകൈ കട്ടി പിടിക്കും, ഉള്ളംകൈ വേർക്കും. ഇതൊക്കെ വയറിൻ്റെ തൊലിപ്പുറത്തുള്ള സോറിയാസിസ് അല്ലെങ്കിൽ മറ്റു വളർച്ചകൾ, തൊലി കട്ടി പിടിക്കൽ, ഇതൊക്കെ സംഭവിക്കുന്നത് വയറിൻ്റെ ദഹന, ആഗീരണ, വിസർജന പ്രക്രിയയിലുള്ള അപാകതകൾ മൂലമാണ്. അപ്പോൾ ഇന്നത്തെ സോറിയാസിസിലേക്ക് വരുമ്പോൾ ഇന്നും ഈ കാലഘട്ടത്തിലും ഇത് മനസ്സിലാക്കാതെ മൈക്രോ ഓർഗാനിസംസിനെ ചികിത്സിക്കുന്ന പലരും ഉണ്ട്. നമ്മുടെ ഒരു വിരലിൽ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് തൊടുന്ന അത്രയും സ്ഥലം, ഏകദേശം 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന സ്ഥലത്ത് 1,00,000-ലധികം മൈക്രോ ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ട്. അത് നിങ്ങൾ അത്ഭുതപ്പെടും ചിലർ അല്ലേ. അതായത് നമ്മളിങ്ങനെ തൊടുന്ന സ്ഥലത്ത് 1,00,000 ജീവികളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതം തന്നെയാണ്. ഈ ജീവികളാണ് നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന സ്കിൻ സെൽസിനെ തിന്ന് ഇല്ലാതാക്കുന്നത്. അങ്ങനത്തെ ജീവികൾ നമ്മുടെ ദേഹത്ത് ഇല്ലാതിരുന്നാൽ നമ്മളും മരങ്ങളെ പോലെ തൊലി പൊളിയുന്ന, അല്ലെങ്കിൽ മരങ്ങൾ വിണ്ടുകീറി നിൽക്കണമല്ലോ, പുറത്തെ ബാർക്കുകൾ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത്, അതേപോലെ തൊലി പൊളിഞ്ഞു നിൽക്കുന്ന ഒരു ജീവിയായ മനുഷ്യനും മാറിയാണ്. ഈ ജീവികളാണ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത്. ഒരു സ്കിന്നിൻ്റെ സെല്ല്, നമ്മുടെ ബാഹ്യ രൂപത്തിലുള്ള സ്കിന്നിൻ്റെ സെല്ല് 100 ദിവസമാണ് അതിൻ്റെ ആയുസ് നോർമൽ കണ്ടീഷനിൽ. ഇത് താഴത്തെ ലെവലിൽ നിന്ന് ഉണ്ടായി ഇത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ ഇത് പുറത്തു വരികയും ഈ 100 ദിവസം കഴിയുമ്പോൾ ഇത് സ്വതവേ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സെല്ലാണ് സ്കിൻ സെല്ല്. സോറിയാസിസ് ഉണ്ടാകുന്നവരിൽ ഈ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ തന്നെ ഈ സെല്ലുകൾ നശിക്കും. അപ്പോൾ കാലക്രമേണ ഇവർ തൊലി സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ എൻ്റെ കയ്യിൽ കാണാവുന്ന ഞരമ്പുകൾ കാണുന്ന അത് കളറ് കാണാൻ പറ്റില്ല. ഞരമ്പുകൾ തടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അവരുടെ ദേഹത്ത് ഈ ഞരമ്പുകൾ നീല കളറിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ പറ്റും. ഈ കൈ നേരെ വയ്ക്കുമ്പോൾ, മടക്കി വയ്ക്കരുത്, നേരെ വയ്ക്കുമ്പോൾ ഈ ബ്ലൂ കളർ കാണാൻ പറ്റും. അവർക്ക് ആദ്യം കാണുന്നത് സ്കിൻ ഇറിറ്റേഷൻ ആയിരിക്കും. ഇങ്ങനെ ഉരച്ചാൽ ചൂട് പോലെ പൊന്തി വരും, ഡസ്റ്റിൽ അലർജി ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാലക്രമേണ ഇവരുടെ സ്കിന്നിൻ്റെ സെല്ലിൻ്റെ എണ്ണം കുറയുകയും ഇത് 2 സെല്ലുകൾ കൂട്ടിമുട്ടാത്ത വിധത്തിൽ വ്രണങ്ങൾ സാധാരണഗതിയിൽ രൂപപ്പെടുകയും ചെയ്യും. ചിലർ അത് തൊലി പൊളിഞ്ഞു പോണവരുണ്ടാവും, ചില വ്രണമായിട്ടുണ്ടാവും, ചിലർക്ക് മണം ഉണ്ടാവും, ഈ മുറിവുകൾക്ക് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരിക്കലും മൈക്രോ ഓർഗാനിസംസിൻ്റെ ജീവികൾ കൊണ്ട് ഉണ്ടാകുന്ന അസുഖമല്ല. അതുകൊണ്ട് ഇത് പകരുന്നതുമല്ല. ഇത് ഒരാളുടെ വയറിൻ്റെ ദഹന വ്യവസ്ഥ മോശമാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ദഹന വ്യവസ്ഥയ്ക്ക് മരുന്ന് കഴിച്ച് നമ്മുടെ ദഹനവും ആഗീരണവും ഭക്ഷണത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാര്യങ്ങളുടെ കൃത്യതയും വിസർജനം കൃത്യമായാൽ മാത്രം ശരിയാകുന്ന ഒരു അസുഖമാണ്. വയറിനെ പറ്റി ഇന്നത്തെ ആധുനിക ശാസ്ത്രം പറയുന്നത് നിങ്ങൾക്കറിയാം. ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്നും, അതായത് 80-ലധികം ഓട്ടോഇമ്യൂൺ ഡിസീസസ് വരുന്നതിൻ്റെ കാരണം വയറാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ പഴയ ആൾക്കാർക്കറിയാം, നമ്മൾ പണ്ട് എന്ത് ചികിത്സയ്ക്ക് വൈദ്യന്മാരുടെ അടുത്ത് പോയാലും, പനിക്കായാലും ചുമക്കായാലും ഒരു വൈദ്യൻ്റെ അടുത്ത് പോയാൽ ആ വൈദ്യൻ ആദ്യം വയറിൻ്റെ കണ്ടീഷനാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ആഴ്ച, ഒരാഴ്ചക്കുള്ള മരുന്ന് വയറിന് കൊടുത്തിട്ട് അടുത്ത ആഴ്ച വരാൻ പറയും. പണ്ട് നമ്മൾ ഗവൺമെൻറ് ആശുപത്രി പോകുമ്പോൾ നമുക്കറിയാം, പിങ്ക് നിറത്തിലെ ഒരു കുപ്പിയിൽ എല്ലാവരും മരുന്ന് കൊണ്ടുപോകണം.
അത് ആദ്യം വയറ് നന്നാക്കാൻ വേണ്ടിയിട്ട് അന്നും അലോപ്പതി മരുന്നുകളിലും കൊടുത്തുകൊണ്ടിരുന്നു. ഇന്നത്തെ സാഹചര്യം മാറി, എല്ലാവർക്കും നേരമില്ല, എല്ലാവരും ഒരു ടാബ്ലറ്റ് വിഴുങ്ങി അവരവരുടെ അസുഖങ്ങൾ ഭേദാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് സോറിയാസിസിൽ തിരിച്ചു വരാം. സ്കിന്നിൻ്റെ കട്ടി കുറയും, ചിലരിൽ ചൊറിച്ചിലുണ്ടാവും, ചിലർക്ക് വിണ്ട് കീറും, ചിലർക്ക് കൈപ്പത്തി ഭയങ്കര കട്ടി പിടിച്ചിരിക്കും. അത് തയമ്പാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് തൊലി സോഫ്റ്റ് ആയിരിക്കണം. എന്നാലും നമ്മൾ ഒരു മുട്ടുസൂചി എടുക്കുമ്പോൾ അതിനെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ആ ലെവലുണ്ടായിരിക്കണം. നമ്മളൊരു കൊച്ചിനെ പിടിച്ചാൽ അത് തിരിച്ചറിയണമെങ്കിൽ അതൊരു കൊച്ചാണെന്നും കൈയുടെ സോഫ്റ്റ് ആണെന്നും നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അങ്ങനെ ഒരു സ്കില്ല് നമ്മുടെ കൈക്ക് തൊലിക്കുണ്ടായിരിക്കണം. ഇത് പലർക്കും ചൊറിച്ചിലുണ്ടായിരിക്കും, ജോയിൻസിൽ വിണ്ട് കീറും, മൊത്തം തൊലി പൊളിയുന്നവരുണ്ടാവും. ഇതെല്ലാമാണ് ഈ സോറിയാസിസിൻ്റെ വയറിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാകുന്ന സോറിയാസിസ് ഉള്ളത്. ഇതിന് ഈ നൂതനമായ ചികിത്സ ഹെവൻലി മെഡിസിൻ്റെ ഒരു നൂതനമായ ചികിത്സയാണ്. നമ്മുടെ വയറിൻ്റെ ദഹന വ്യവസ്ഥ നമ്മൾ ശരിയാക്കും. അതാണ് ഈ ചികിത്സയിൽ. അതിൻ്റെ അനന്തരഫലമായിട്ട് സോറിയാസിസ് മാറുന്നത്. നമ്മൾ ഒരിക്കലും സോറിയാസിസിനെ ചികിത്സിക്കുന്നില്ല, നമ്മൾ വയറ് മാത്രമേ ചികിത്സിക്കുള്ളൂ. വയറ് ശരിയായി കഴിഞ്ഞാൽ തൊലിപ്പുറത്തെ അസുഖങ്ങൾ ഭേദമാവും. പിന്നെ ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് തൊലി കറുത്ത് വരിക, തൊലി കറുത്ത് കട്ടി പിടിച്ച് വരിക. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊലി കട്ടി കുറഞ്ഞ് പൊളിഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിച്ച് കട്ടി പിടിപ്പിച്ച് അത് നിലനിർത്തണം. അതും ഒരു വകഭേദം തന്നെയാണ്. അതും വയറ് നന്നാവുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ മാറുന്ന ഒരു ചികിത്സയാണ്. അപ്പോൾ ഹെവൻലി മെഡിസിൻ്റെ ഈ അധ്യായത്തിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.